റസ്മിൻ ബായ് എന്താണ് ഉദ്ദേശമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യം. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവിടെ ഏറ്റവും നന്നായി സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കാൻ കഴിയുന്ന ഒരു കോമണർ ആണ് റസ്മിൻ ബായ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരുടെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ചങ്കൂറ്റമുള്ള വ്യക്തിയാണ്. എന്തിനേറെ പറയുന്ന ലാലേട്ടനെ അടക്കം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച ആ ഒരു ധൈര്യം കണ്ടതാണ്. അപ്പോൾ പിന്നെ വീട്ടിലുള്ളവരുടെ അടുത്ത് നിന്ന് നന്നായി ഗെയിം കളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് റസ്മിൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവിടെ ഗബ്രിയുമായിട്ടുള്ള റസ്മിൻ്റെ കൂട്ടുകൂടുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്കറിയാം ഗബ്രിയും ജാസ്മിനും അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടതുകൊണ്ടാണ് ഗബ്രിയുടെ അടുത്ത് പ്രേക്ഷകർക്ക് ഇത്രയും ദേഷ്യം വരുന്ന കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ആവുമ്പോൾ ഒന്ന് ഹഗ് ചെയ്തതുകൊണ്ടോ കൈമ പിടിച്ചതുകൊണ്ടോ തോളിൽ കിടന്നതുകൊണ്ടോ ഒന്ന് എടുത്തതുകൊണ്ടോ എന്നും ഒരു പ്രശ്നവും വരാനായിട്ട് പോകുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സന്തോഷം കൊണ്ടൊരു ഉമ്മ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടൊരു ഉമ്മ കൊടുക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഫ്രണ്ട്ഷിപ്പിൽ. പക്ഷേ ഇവിടെ ജാസ്മിനും ഗബ്രിയും കിടന്ന് കാണിച്ചു കൂട്ടുന്നതിൽ മലയാളി പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ അത് അംഗീകരിക്കാത്തത്. പക്ഷേ ഇവരുടെ ഇടയിലേക്ക് കയറി വന്ന റസ്മിൻ എപ്പോഴും ഗബ്രിയെ ചാരി നടക്കുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. ജാസ്മിൻ ഇല്ലാത്ത സമയങ്ങളിൽ ഗബ്രിയെ ചാരി തോളിൽ കിടക്കുന്നു, ഗബ്രിയുടെ ദേഹത്ത് കയറി കിടക്കുന്നു. എന്താ പറയുക, അവിടെ ഒരു വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് കാണിച്ചു കൂട്ടുന്നത്. ഒന്നോർക്കുമ്പോൾ റസ്മിൻ കരുതുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കോംബോ പുറത്ത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരിക്കാം, വലിയൊരു കോംബോ ആയിരിക്കാം അത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് വരുന്ന ഈ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവരുടെ ഇടയിലേക്ക് വരുന്നു. അപ്പോൾ ഈ 3 പേരുടെ കോംബോ വീഡിയോകൾ പുറത്ത് ഇങ്ങനെ വല്ലാതെ ഓടുന്നുണ്ടായിരിക്കും. അവരുടെ ആ പ്രണയ കോംബോയും ഇവരുടെ ഇടയിലേക്ക് വരുന്ന റസ്മിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കോംബോയും നല്ല റണ്ണിങ് വീഡിയോസ് ആയിരിക്കും എന്നാണ് അവിടെ റസ്മിൻ കരുതുന്നത് തോന്നുന്നു. അതിനനുസരിച്ചാണ് റസ്മിൻ ജാസ്മിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഗബ്രിയുടെ അടുത്തും നിൽക്കുന്നത്. ഗബ്രിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തോളത്ത് ചാരാനും കെട്ടിപ്പിടിച്ചിരിക്കാനും ഒക്കെ തന്നെ റസ്മിന് നേരമുള്ളൂ. റസ്മിൻ വിചാരിക്കുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ നല്ലതിലാണെന്ന് വിചാരിച്ചിട്ടാണ് റസ്മിൻ ഇത് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ റസ്മിൻ ഇത് കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലെല്ലാവരായിട്ടും കമ്പനി കൂടുന്ന വ്യക്തി തന്നെയാണ് റസ്മിൻ. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനും എല്ലാത്തിനും നല്ല കഴിവൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് റസ്മിനെ തന്നെ ഇപ്പോൾ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഈ ജാസ്മിനും ഗബ്രിക്കും ഇടയിലേക്ക് കയറി വന്ന് റസ്മിൻ കാണിച്ചു കൂട്ടുന്നത് റസ്മിനെ വളരെയധികം നെഗറ്റീവായി മാറുന്നുണ്ട് പുറത്ത്. ഇനിയെങ്കിലും റസ്മിൻ അത് ശ്രദ്ധിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും റസ്മിൻ ഒരു അഹങ്കാരിയായി മാറുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ ഗബ്രിക്കൊപ്പമുള്ള പകുതി കാര്യങ്ങൾ റസ്മിൻ ഒഴിവാക്കിയാൽ റസ്മിന് വരുന്ന നെഗറ്റീവുകൾ പകുതി കുറയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.